ഇവനൊരു സ്വഭാവമുണ്ട് ആൾക്കാരെയൊക്കെ അങ്ങോട്ട് പോയി കളിയാക്കുന്നത്, ബോഡി ഷേമിംഗ് ചെയ്യുന്നതും ഇവന് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതൊക്കെ കേട്ടാൽ ആർക്കായാലും ദേഷ്യം വന്നു പോകും. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് ഓഫീസിലുള്ള ആൾക്കാർക്കൊന്നും ഇവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവനൊരു പാർട്ടിക്ക് പോകുന്നു. ഇവന്റെ പ്രസൻസ് മനസ്സിലാക്കിയ കൂട്ടുകാർ മുഖം മറയ്ക്കാൻ തുടങ്ങി. മുണ്ടുടുത്തിരുന്നെങ്കിൽ അതുവരെ ഒരു തലേക്കൂടെ ഇട്ടേനെ. അത്രയ്ക്കും മോശമായിരുന്നു അവന്റെ പ്രവൃത്തികളൊക്കെ. ആർക്കും ഇവനോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും ഇവൻ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കും. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള പെണ്ണ് ആ പാർട്ടിയിലേക്ക് വന്നു. അതോടെ ഇവന്റെ ശ്രദ്ധ മുഴുവനും ആ കുട്ടിയിലേക്ക് പോയി. ഒരേ സ്ഥലത്ത് 4 വർഷമായി ഒരു പരിചയമില്ലാതെ ഇവർ ജോലി ചെയ്യുന്നു. ഇതുവരെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെ അവന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാർ ഇവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അവളോട് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ അവന് പേടിയുള്ള ഒരേ ഒരു കാര്യം അത് പെണ്ണുങ്ങളോട് സംസാരിക്കുക എന്നതായിരുന്നു. അവനെന്താ പറയുന്നതെന്ന് ആ കുട്ടിക്ക് പോലും മനസ്സിലായില്ല. ശ്വാസം പിടിച്ച് സംസാരിക്കുന്ന കണ്ട് നീ ആദ്യം ശ്വാസം വിട്ട് സംസാരിക്കുക എന്ന് കളിയാക്കി പറഞ്ഞിട്ട് അവളങ്ങ് പോയി. എന്റെ ലൈഫിൽ ഒരു പെണ്ണിനെങ്കിലും താ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് ഒരു ബോൾ ഉരുണ്ട് വന്നു. ഇത് ആരുടെയാ എന്ന് ചോദിച്ചപ്പോ ഒരു പെണ്ണിവനെ അടുത്തേക്ക് വിളിച്ചു.